പിന്നെ പുള്ളിയുടെ സ്വപ്രയത്നം കൊണ്ടാണ് പുള്ളി ഈ പൊസിഷനിലൊക്കെ എത്തിയത്. ABCD ചെയ്യുമ്പോഴും മാർട്ടിൻ പറഞ്ഞിരുന്നു, "എടാ അങ്ങനെ ടോവിനോനെ വിളിച്ചിട്ടുണ്ട്" എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അല്ല, അതിലൊന്നും ഒരു ക്രെഡിറ്റ് അതിലൊന്നും താല്പര്യമില്ല. ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് മാത്രം ഉയർന്നു വന്ന ഒരാളാണ്. അപ്പോൾ ഈ അടുത്ത് വന്നിരുന്നു, ഇവിടെ ടൊവിനോ ഇവിടെ വന്നിരുന്നു. ടൊവിനോ, മഞ്ജു, ജോജു ജോർജും ആഷിഖും എല്ലാവരും വന്നിരുന്നു, കുറേ പേര്. ഇപ്പം എല്ലാവരും വരുന്നുണ്ട്, സിനിമയിലെ കുറേ പേര് ഇവിടെ വരുന്നുണ്ട്. നമ്മളത് കുറച്ചുകൂടെ ഒരു രസമാക്കണം അത്. കാരണം ജനം അറിയണമെന്നേ. ഞാൻ പറയുന്നത് സാധാരണക്കാരെ കൂടെ ആയിട്ടുള്ള ജനങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഈ ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിന് അതിൻ്റെ ഒരു ലക്ഷ്യം ഫുൾഫില്ല് ചെയ്യാൻ നടക്കുള്ളൂ. അത് സംഭവിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ജിജോ തന്നെ ഭാഗമായിട്ടുണ്ടായിരുന്ന പണ്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ഡിസംബർ എന്നുള്ള സിനിമ. അപ്പൊ ആ സിനിമയിലെ ജിജോ ചെയ്തിട്ടുള്ള ഒരു സീൻ ഭയങ്കരമായിട്ട് ആളുകൾ റോസ്റ്റ് ചെയ്യുകയും അത് ഒരുപാട് ഉപയോഗിക്കുകയും അതിന്റെ സ്റ്റിക്കറുകൾ ഒരുപാട് വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. തമാശക്കെങ്കിലും അങ്ങനത്തെ റോസ്റ്റ് വീഡിയോസ് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കതൊക്കെ ഒരു രസമായിട്ട് ഞാൻ കാണുള്ളൂ. കാരണം ഒന്ന്, അതൊരു ഭയങ്കര ഒരു ട്രാജിക് സംഭവമാണ് എന്നെ സംബന്ധിച്ച് ഡിസംബർ എന്ന് പറയുന്നത്. കാരണം അതൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഈ നമ്മളീ പറഞ്ഞ ദിവസത്തേക്കാളും ഒരുപാട് ദിവസങ്ങൾ നീണ്ടുപോവുക. അവർ ഒട്ടും ഫിനാൻഷ്യലായിട്ടൊന്നും നമ്മളെ ട്രീറ്റ് ചെയ്യാതിരിക്കുക. ആ സമയത്ത് ഞാൻ പോണ്ടിച്ചേരി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പോണ്ടിച്ചേരി എന്നൊക്കെയാണ് നമ്മൾ എക്സാമൊക്കെ എഴുതി ഫിനിഷ് ചെയ്തിട്ട് ഓടി വന്നിട്ടൊക്കെയാണ് നമ്മൾ ആക്ട് ചെയ്യുന്നതൊക്കെ. ആ സമയത്ത് അത്രയും എനിക്ക് ആ സമയത്തൊരു ഭയങ്കര ഭ്രാന്തായിരുന്നു നമുക്ക് ആക്ടിങ് എന്ന് പറയുന്നത്. അത് മൊത്തം സ്ക്രിപ്റ്റ് പഠിച്ചു വയ്ക്കുക, അങ്ങനത്തെ അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെയാണ് മനസ്സിലായത് നമ്മൾ അത്രയും ആത്മാർത്ഥം കാണിക്കരുത് എന്നുള്ളത് മനസ്സിലായത്. നമ്മൾ ഈ തിയേറ്ററിൽ നിന്നൊക്കെ വന്നിട്ടേ നമ്മൾ അതിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു എനിക്ക്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് അപ്പോഴൊക്കെ നമ്മളൊക്കെ വിഡ്രോ ചെയ്തപ്പോൾ പിന്നെ അവർ നമ്മളെ ഡബ്ബിങ് വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുക, കാരണം പൈസ കൊടുക്കണ്ടേ അല്ലെങ്കിൽ. അങ്ങനെയൊക്കെ വന്നിട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഭയങ്കര ഈ പ്രൊഫഷണലിസം ഇല്ലായ്മയുടെ ഒരു ഉദാഹരണം കൂടിയാണ്. അല്ല, അതിൽ പ്രശാന്താ ചെയ്തിരിക്കുന്നത് എൻ്റെ വോയിസ്. പ്രശാന്ത് പറഞ്ഞിരുന്നു, എടാ ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ്, ഞാൻ ഡബ് ചെയ്തോട്ടെ. കാരണം അവർക്കൊരു ഇതല്ല. ഞാൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, പക്ഷെ എനിക്കിപ്പോൾ എൻ്റെ ബോഡിയിൽ വേറെ വോയിസ് കയറുന്നത് എനിക്ക് സങ്കല്പിക്കാനേ പറ്റില്ല. കാര്യം നമ്മുടെ വോയിസും കൂടിയാണല്ലോ നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ തോട്ട് പ്രോസസ്സ്, ഇതൊക്കെ വോയിസിൽ കൂടിയല്ലേ. ബോഡി, മൈൻഡ്, വോയിസ്, ഇതല്ലേ ബേസിക് ടൂൾസ് എന്ന് പറയുന്നത് ഓഫ് ആൻ ആക്ടർ. അപ്പോൾ അത് വേറൊരാൾ ചെയ്യുന്നത് നമുക്ക് സങ്കല്പിക്കാനേ പറ്റില്ല. പക്ഷേ ഇവർ നമ്മളെ വിളിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഈ സാമ്പത്തികം ഒഴിവാക്കാനൊക്കെയാണ്. ഞാൻ പറഞ്ഞത് ഈ പ്രൊഫഷണലിസം ഇല്ലായ്മ ഇപ്പോഴും ഉണ്ട് പ്രശ്നം. ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റിയുടെ ഇഷ്യൂ ഒക്കെ വന്നപ്പോൾ കണ്ടില്ലേ, അതായത് AD അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സിനൊക്കെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് ഇൻഡസ്ട്രി, വളരെ കറക്റ്റാണെന്നേ. അതായത് 2-3 മാസം ഒക്കെ വർക്ക് ചെയ്തിട്ട് 10 പൈസ കൊടുക്കാണ്ട് വിടുന്ന എത്രയോ സന്ദർഭങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ തന്നെ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ ശിവത്തിൻ്റെ കാര്യം പറഞ്ഞു. ഈ ശിവത്തിന് മുമ്പ് എന്നെ ഡയൽ 100 എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റിലായിരുന്നു എന്നെ ആദ്യം സെലക്ട് ചെയ്തത്. ഈ പറയുന്ന ആ പ്രോജക്റ്റ് നടക്കാണ്ടായപ്പോഴാണ്, അതൊരു 40,000 പേരാണ് അപ്ലൈ ചെയ്തതെന്നാണ് അതിൻ്റെ അസോസിയേറ്റ് ദീപൻ ചേട്ടൻ മരിച്ചുപോയി, ദീപൻ ചേട്ടൻ പറഞ്ഞത്. ആ പ്രോജക്റ്റ് ആകെ ആദ്യത്തെ ഡിജിറ്റൽ ഫിലിം ഉണ്ടാക്കുക എന്നുള്ള പരസ്യത്തോടു കൂടിയിട്ടാണ് എല്ലാവരും വന്നിട്ട് ഇൻ്റർവ്യൂ, ഷായു സാറാണെങ്കിലും ബിജു മേനോൻ അവരൊക്കെ വന്നിട്ട് ഒരു ഇത് കൊടുത്ത TV പറഞ്ഞിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞ് കേരളത്തിലെ ആദ്യത്തെ ഒരു ബിഗ്ഗസ്റ്റ് ഓഡീഷനായിരുന്നു അത്. ഈ 40,000 പേര് അവർ സെലക്ട് ചെയ്തിട്ട് ഏകദേശം 500 പേരോളം അവർ ഡയറക്റ്റ് ഇൻ്റർവ്യൂവിന് തിരുവനന്തപുരത്ത് വിളിച്ചിട്ട് 2 റൂമുകളിലായിട്ട് 10ഓളം ഡയറക്ടേഴ്സ്, 10 ഡയറക്ടർ, രാജീവ് അഞ്ചൽ, രാജീവ് മേനോൻ, ഷാജി കൈലാസ്, അങ്ങനെയുള്ള അന്നത്തെ മെയിൻ സ്ട്രീമിലുള്ള ആളുകളൊക്കെ വന്നിട്ട് ചെയ്തിട്ടാണ്. എന്നിട്ട് അതിൽ നിന്ന് 8 ആക്ടേഴ്സിനെയാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിൽ ഒന്നാമനായിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തതാണ് അവർ നമ്മുടെ അടുത്ത് പറഞ്ഞത്. പക്ഷേ അത് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് അവർ പ്രോജക്റ്റ് ക്യാൻസൽ ചെയ്തു. കാരണം അന്നും ഫിലിമിൽ തന്നെ ഷൂട്ട് ചെയ്യണം, പിന്നെ അത് ഡിജിറ്റൈസ് ചെയ്യണം. അപ്പോൾ ഏകദേശം സെയിം വില തന്നെയാണ് വരുന്നത്. അന്നത്തെ ടെക്നോളജി ഇത്ര ഡെവലപ്ഡ് ആയിട്ടുള്ള. എന്നിട്ട് ആ പ്രോജക്റ്റ് ക്യാൻസൽ ചെയ്തിട്ട് അടുത്ത പ്രോജക്റ്റിലേക്ക് ശിവം വന്നപ്പോഴാണ് ഇതിൽ ഫസ്റ്റ് കിട്ടി എന്നുള്ള നിലയ്ക്ക് എന്നെ വിളിക്കുന്നത്. പക്ഷേ അതൊക്കെ എന്താ പറയുക, അതൊക്കെ വളരെ മോശം ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മളത് പോകാനൊക്കെ ഉള്ളൊരു കാരണം, ഈ സിനിമയൊക്കെ വെറുത്തു പോകാനുള്ളൊരു കാരണമൊക്കെ തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കഥകളുണ്ട്. പിന്നെ ഒന്നും എന്താ പറയുക, നമുക്ക് നമ്മൾ റിവീൽ ചെയ്യാണ്ടിരിക്കുന്നതാണ്. പിന്നെ പലരും ആരും വേദനിപ്പിക്കേണ്ട വെച്ചിട്ട് നമുക്കൊന്നും പരാതികളും ഇതൊക്കെ വെച്ചിട്ട്. പക്ഷേ ഞാനിത് പറയുന്നത് ഇതൊന്നും ഒരു വ്യക്തിയുടെ പ്രശ്നമല്ല. ഞാനത് പറയുന്നത് ഇത് ഒരു സിസ്റ്റം കറക്റ്റ് ആവാതെ തന്നെ കുഴപ്പമാണ്. ഈ സിസ്റ്റം കറക്റ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് പറ്റും. ആ സിസ്റ്റം വന്നാൽ മാത്രമേ ഇപ്പോഴും ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ പറയുന്ന ADകൾക്ക് നമുക്ക് എന്താ പറയാനുള്ളത്?
നോക്കൂ, അയാളൊരു മനുഷ്യല്ലേ. നിങ്ങളിവിടെ വിളിക്കുന്ന ഈ ലേബർ വർക്കിന് പോലും നിങ്ങൾ ഇപ്പോൾ ഒരു മിനിമം നിങ്ങൾ ഇപ്പോൾ കാർഷിക മേഖലയിൽ നമ്മളല്ലേ ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ കൺസ്ട്രക്ഷൻ മേഖലയിലും കേരളത്തിലെ എല്ലാ സ്റ്റേറ്റിനും കമ്പയർ ചെയ്യുമ്പോൾ നമ്മളല്ലേ കൊടുത്തുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് നമുക്കത് ഈ സിനിമ മേഖലയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല? ഒന്ന് നിങ്ങൾ കൂട്ടി നോക്കിയോളൂ. നിങ്ങൾ ഈ പറയുന്ന ഒരു 200 രൂപ പോലും നിങ്ങൾ കൊടുക്കുന്നുണ്ടാവില്ല ഇവിടുത്തെ ആളുകൾ. ഇത് വാസ്തവമാണ്. ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോ അല്ലെങ്കിൽ എല്ലാ സംഘടനകളും ചോദിച്ചു നോക്കൂ. ഇത് വാസ്തവമാണ്. ഇതെങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്, മനസ്സിലായോ? അല്ലെങ്കിൽ ആക്ടിങ് ഈ പറയുന്ന ഒരുപക്ഷെ ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റ്, ആ ടെർമിനോളജിയോടൊക്കെ എനിക്ക് പ്രശ്നമുണ്ട്, പൊളിറ്റിക്കലി അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് അങ്ങനെ പറയാം. അപ്പോൾ അവരൊക്കെ അവർക്കൊരു പക്ഷേ കുറച്ചും കൂടി ട്രീറ്റ് ചെയ്യും, കാരണം അവർക്ക് സംഘടനകളുണ്ട്. മറ്റിതിൽ വളരെ കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്യുന്ന അത്യാവശ്യം ഡയലോഗ്സുകളൊക്കെ ഉള്ള ആളുകൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് ഒന്ന് അന്വേഷിച്ച് നോക്കൂ. മോശമാണ് അത്. ഇപ്പം ഈ സ്ത്രീ സമൂഹത്തിന് മാത്രം പ്രശ്നമല്ല, അത് ജെൻഡറിനൊക്കെ ഉപരിയായിട്ടുള്ള ഈ പറയുന്ന പ്രൊഫഷണലിസം ഇല്ലായ്മ തന്നെയാണ്. അത് കൃത്യമായിട്ട് എഗ്രിമെൻ്റ് ചെയ്യാനും ഒക്കെ എത്ര പേര് തയ്യാറാവുന്നുണ്ട്, അത് സ്ട്രിക്റ്റ് ആയിട്ട് നടപ്പാക്കാൻ എത്ര പേര് ചെയ്യാറ്. അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഒക്കെ ഇപ്പോഴും ഒരു സിനിമേനെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കാണുക, അല്ലെങ്കിൽ ഈ സിനിമ വെച്ച് അടുത്ത സിനിമ ചെയ്യാമെന്ന് വെച്ചിട്ട് 1 രൂപ പോലും കിട്ടാതെയും വാങ്ങാതെയുമാണ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതെങ്ങനെ സംഭവിക്കുന്നു? അതെങ്ങനെയാണ് പറ്റുക? നിങ്ങളൊരു മനുഷ്യൻ്റെ ഒരു സമയവും അയാളുടെ ഊർജവും അയാളുടെ ചിന്തയും ഇതെല്ലാം നിങ്ങൾ ഉപയോഗപ്പെടുത്തല്ലേ? നമുക്ക് അതിനത്രയും നമുക്ക് നിസ്സാരമായിട്ട് നമുക്ക് പറ്റില്ല. കാര്യം പലപ്പോഴും അങ്ങനെ നമുക്ക് തീരെ ഒരു ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്ന രീതിയിലാണെങ്കിൽ നിങ്ങൾ അതിനെ ആ രീതിയിൽ നിങ്ങൾ കാണുന്നുണ്ടോ? പലപ്പോഴും ആ രീതിയിൽ ഒന്നും അല്ല പറയുന്നത്. ഇൻവൈറ്റ് ചെയ്യുമ്പോഴും പലപ്പോഴും ഒന്നും അങ്ങനെയല്ല. ഇതൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ്. ഇപ്പോൾ നമ്മളിരുന്ന് സംസാരിക്കുന്ന KR നിവാസയുടെ ഈ ഒരു ക്യാമ്പസിൽ വലിയ പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളൊക്കെയാണ് അരങ്ങേറിയത്. ശരിക്കും അന്ന് ഇതിൻ്റെ ചെയർമാനായിട്ടുണ്ടായിരുന്ന അടൂർ ഗോപാലകൃഷ്ണനും അല്ലെങ്കിൽ അന്ന് ഇവിടുത്തെ ഡയറക്ടറായിട്ടുണ്ടായിരുന്ന മോഹനും, ഇവർ രണ്ടുപേരൊക്കെ എടുത്തിരുന്ന സ്റ്റാൻഡ് ഉണ്ടല്ലോ, കുട്ടികൾ പറഞ്ഞതിന് പൂർണ്ണമായി എതിർത്തും തള്ളിക്കൊണ്ടുമൊക്കെ, അതിനെ പിന്നീട് എടുത്തൊരു പുനഃപരിശോധന നടത്താനോ അല്ലെങ്കിൽ അന്ന് ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ ഒരു സിനിമാ വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അഭിനയ മോഹി അല്ലെങ്കിൽ അഭിനയ വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാനോ ഒക്കെ അന്ന് ജിജോ ശ്രമിച്ചിരുന്നോ? ഞാനപ്പോൾ പൂനെയിൽ FTIയിൽ ഞാൻ ആ സമയത്ത് അസോസിയേറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ഡീനും കൂടിയാണ് ആ സമയത്ത് അവിടെ. എനിക്ക് തിരിഞ്ഞൊക്കെ സമയം ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട് എന്ന് മാത്രം ഞാൻ അറിയുകയും എൻ്റെ അടുത്ത് ചില ഫ്രണ്ട്സുകൾ ഇങ്ങനെ ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ട്, ഈ രീതിയിലാണ്, ഇത്തരം പോയിന്റുകളാണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് എന്ന് ഞാൻ അറിയുന്നുണ്ടായിരുന്നു. അതൊഴിച്ചാൽ ഞാനൊരു കമൻറ്റ് പറയാനോ അങ്ങനെയോ, കാരണം ഞാൻ അത്രയും തിരക്കിലായിരുന്നു അവിടെ. നമുക്ക് അത്രയും വർക്ക് അവിടെയുണ്ട്. അത് ഇവിടെയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഞാൻ ആ നിൽക്കുന്ന സ്ഥലത്ത് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എൻ്റെ ജോലി ചെയ്യുക എന്നുള്ളൊരു സംഭവമാണ്. ഞാൻ സോഷ്യൽ മീഡിയയിലും ഒക്കെ വളരെ വളരെ കുറവായിട്ട് ഞാൻ ചെയ്യാറുള്ളൂ. കാരണം നമുക്ക് ശ്രദ്ധ കിട്ടില്ല. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കമൻറ്റ് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും എനിക്ക് തിരിച്ചുള്ളൊരു കമൻറ്റ് വരും. പിന്നെ നമ്മൾ അതിന് മറുപടി പറയാൻ നിൽക്കണം. നമുക്ക് അതിനുള്ള സമയമില്ലാത്ത തന്നെയാണ് പ്രശ്നം. പക്ഷേ ഞാൻ പറഞ്ഞാൽ ഇതെല്ലാം ഒരു വ്യക്തികൾ എന്നതിലുപരിയായിട്ട് സിസ്റ്റം തന്നെ അഡ്രസ്സ് ചെയ്യേണ്ട കുറേ ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ ഗവൺമെൻറ് തന്നെ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇതൊക്കെ നമ്മളിപ്പോൾ ഇവിടെ ജാതീയത നമ്മൾ ആരോപിക്കുകയും അത്തരം ആരോപണങ്ങളൊക്കെ അതൊക്കെ നിങ്ങൾ അറിഞ്ഞ വിഷയങ്ങളാണ്. പക്ഷേ ഞാൻ ചോദിക്കുന്നു, ഇവിടെ നമ്മളിപ്പോൾ പുരോഗമന പ്രസ്ഥാനങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ വ്യക്തികളായിക്കോട്ടെ, എത്ര പേര് ഈ പറയുന്ന റിസർവേഷൻ സമൂഹത്തിലോ അല്ലെങ്കിൽ ആ ഒരു സീറ്റിലല്ലാതെ നിങ്ങൾ എത്ര പേർക്ക് അവിടെ ഒരു പ്രാതിനിധ്യം കൊടുക്കുന്നുണ്ട്? ഏത് രാഷ്ട്രീയ പാർട്ടികളൊക്കെ എടുത്ത് നോക്കൂ. ഇത്തരം കഴിവുള്ളവരുണ്ടായിട്ട് നമ്മൾ എത്ര പേരെ ഇതെല്ലാം നമ്മുടെ നമ്മളിപ്പോൾ കറുപ്പ് അല്ലെങ്കിൽ ദളിത് രാഷ്ട്രീയം, ഇതിനൊക്കെ നമ്മൾ എത്രത്തോളം നമ്മൾ ഡീപ്പായിട്ട് കാണാൻ ശ്രമിക്കുന്നുണ്ട്? നമുക്കിപ്പോഴും നമ്മൾ അത്തരം പുരാണിക് ഇതിൽ നിന്നും നമുക്ക് മോചനം ഉണ്ടായിട്ടില്ല. നമ്മൾ പൂർണ്ണമായിട്ടൊന്നും, കുറച്ച് ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടില്ല എന്നല്ല ഞാൻ പറയണേ. പക്ഷേ നമുക്കൊക്കെ ഇപ്പോഴും നമ്മളൊക്കെ 2 മുഖമുള്ള ആളുകൾ തന്നെയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഒരു എല്ലാ ജാതി മത സമൂഹത്തിലുള്ള ആളുകൾ ഉള്ളപ്പോൾ നമ്മൾ കൃത്യമായിട്ട് മതസൗഹാർദ്ദം പറയുകയും എൻ്റെ ജാതി മത സമൂഹത്തിലുള്ള ആളുകളാണ് എന്ന് ഉറപ്പാക്കിയ ശേഷം വർഗീയത പറയുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. ഭൂരിഭാഗവും, നമ്മളെല്ലാവരും ഞാൻ പറയുന്നില്ല, ഭൂരിഭാഗവും നമ്മുടെ. ഇത് എന്നാണ് നമ്മൾ മാറുക? എന്നാണ് നമുക്ക് ഒരേപോലെ നമുക്ക് എല്ലാവരുടെ അടുത്തും സംസാരിക്കാൻ പറ്റുക? എന്നാണ് നമുക്ക് ഒരു മനുഷ്യനെ ഹോമോ സാപ്പിയൻ മാത്രമായിട്ട് കാണാൻ പറ്റുക? ഇത്തരം മത ജാതി സ്വത്വബോധങ്ങൾ വേണോ നിങ്ങൾക്ക് ജീവിക്കാൻ? നിങ്ങൾക്കൊരു ജീവിയായ പോലും അതിനൊരു പ്രാധാന്യം കൊടുത്തുകൂടെ?